കൈത്താക്കാലം 9-ാം ഞായർ. മത്തായി 17:9-13 വരെയുള്ള വാക്യങ്ങൾ. താബോർ മലയിൽ ഈശോയ്ക്കും ശിഷ്യന്മാർക്കും ലഭിച്ച ദർശനം ഒരുപാട് ചോദ്യങ്ങൾ ബാക്കി നിർത്തിയ ഒന്നായിരുന്നു. ഒരു ദർശനം അവസാനിക്കുമ്പോൾ എല്ലാം അവസാനിക്കുന്നില്ല. ചോദ്യങ്ങൾക്ക് ഉത്തരം വ്യക്തമാകുമെന്ന് മാത്രം. ഒരു കാലയളവ് വരെ മറച്ചു വയ്ക്കേണ്ട വെളിപാടോ ദർശനമോ ആയിരുന്നു താബോർ മലയിലേത്. അത് കർത്താവ് നിഷ്കർഷിക്കുകയാണ്. അതായത്, താൻ മരിച്ച് ഉയർക്കുന്നതുവരെ ഈ ദർശനം രഹസ്യമായി കാത്തു സൂക്ഷിക്കണം. താൻ വളരെ പീഡകൾ അനുഭവിക്കുകയും പരിത്യജിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും ചെയ്യുമെന്ന് അവിടുന്ന് മുൻപും പലയാവർത്തി പറഞ്ഞിട്ടുണ്ട്. അവസാനം മരണത്തെ കീഴടക്കി താൻ ഉയർത്തെഴുന്നേൽക്കുമെന്നും അവിടുന്ന് ആവർത്തിച്ചു പറഞ്ഞു. ഉയർപ്പിൻ്റെ മഹത്വമായിരിക്കാം താബോർ മലയിൽ വെളിപ്പെട്ടത്. എല്ലാം പ്രകാശമായി തീർന്നത് ഉയർപ്പിനെ വെളിപ്പെടുത്താനായിരിക്കാം. ഒരു വെളിപാടിനു ശേഷം ജീവിതത്തിൻ്റെ താഴ്വരകളിലേക്കും അടിവാരത്തേക്കുമുള്ള താഴ്ന്നിറങ്ങലുണ്ട്. സഹനം, പരിത്യജിക്കപ്പെടൽ, മരണം എന്നിവയിൽ ഈ താഴ്വരയിറങ്ങൽ വ്യക്തമാകുന്നു. അതിനുശേഷമാണ് ഉയർപ്പ്. എല്ലാറ്റിൻ്റെയും പുതുക്കിപ്പണിയലാണ് ഉയർപ്പ്. വെളിപാടിൽ ഭൂതകാലവും ഭാവികാലവുമുണ്ട്. കഴിഞ്ഞുപോയവയുടെ വിശദീകരണവും വരാൻ പോകുന്നതിൻ്റെ മുന്നറിയിപ്പുമുണ്ട്. ഒരു നിമിഷ നേരം മാത്രം നീണ്ടു നിന്ന വെളിപാടായിരുന്നു താബോർ മലയിൽ നടന്നത്. അത് ശിഷ്യന്മാർ ദർശിച്ചു. കർത്താവിനോട് അവർ സംസാരിക്കുവാൻ പരിശ്രമിച്ചു. അവിടെ വെച്ച് അവിടുന്ന് അവർക്ക് ഒരു ഉത്തരവും കൊടുത്തില്ല. സ്വർഗത്തിൽ നിന്നാണ് ഒരു സ്വരം അവർ ശ്രവിച്ചത്. ഒരു പിതാവ് തന്നെ ഒരറിയിപ്പായി നൽകിയതായിരുന്നു അത്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ്റെ വാക്ക് ശ്രവിക്കുവിൻ. അവർക്ക് തുടർന്ന് ദർശിക്കുവാൻ കഴിയാത്ത വിധമായിരുന്നു അവരുടെ അവസ്ഥ. അവിടെ കമിഴ്ന്ന് വീണ് കിടന്ന ശിഷ്യന്മാരെ കർത്താവ് വന്ന് സ്പർശിച്ച് സുബോധത്തിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് പറഞ്ഞു, എഴുന്നേൽക്കുവിൻ, ഭയപ്പെടേണ്ട. ഏലിയായും മോശയും ഇതിനോടകം അപ്രത്യക്ഷരായി. ശിരസ്സുകൾ ഉയർത്തി നോക്കിയപ്പോൾ അവർക്കത് മനസ്സിലായി. അങ്ങനെയൊരു ദർശനം ഒരു നിമിഷം കൊണ്ട് അവസാനിച്ചു. വേദപുസ്തകത്തിൻ്റെ സജീവമായ ആവിഷ്കാരമായിരുന്നു താബോർ മലയിലും പിന്നീട് അവർ മലയിറങ്ങിയപ്പോഴും നടന്നത്. ഭൂതകാലത്തിൻ്റെ ദൃശ്യാവിഷ്കാരമായിരുന്നു സുവിശേഷത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ പ്രധാനമായും ഉണ്ടായിരുന്നത്. രണ്ടാം ഭാഗമായി അവിടെ നടന്നത് വരാനിരിക്കുന്നതിൻ്റെ വെളിപ്പെടുത്തലായിരുന്നു. നടക്കാനിരിക്കുന്നതെല്ലാം ഒരു സംഭാഷണത്തിലൂടെ കർത്താവ് വെളിപ്പെടുത്തുകയാണ്. ഈ സംഭാഷണത്തിൽ ഏലിയ വീണ്ടും കടന്നു വരികയാണ്. ഏലിയ വീണ്ടും വരുമെന്ന പൊതുവിശ്വാസമാണ് ശിഷ്യന്മാർ ചോദ്യരൂപേണ അവതരിപ്പിച്ചത്. അത് സത്യമാണോ എന്നായിരുന്നു ചോദ്യത്തിൻ്റെ വിവക്ഷ. ഏലിയ വന്ന് എല്ലാം പുനഃസ്ഥാപിക്കുമെന്ന് കർത്താവ് പറഞ്ഞു. എന്നാൽ ഏലിയായുടെ ചൈതന്യത്തിൽ മറ്റൊരാളാണ് വരുന്നതെന്നും അയാൾ വന്നു കഴിഞ്ഞുവെന്നും കർത്താവ് വിശദീകരണം കൊടുത്തു. അയാളെ ആരും തന്നെ മനസ്സിലാക്കിയില്ല. സഹനത്തിൻ്റെയും പരിത്യജിക്കപ്പെടലിൻ്റെയും പ്രതീകമായിട്ടാണ് അയാൾ കടന്നു വന്നത്. യോഹന്നാൻ മാംദാനയായി ചൂണ്ടിക്കാട്ടിയാണ് കർത്താവ് അത് പറഞ്ഞതെന്ന് ശിഷ്യന്മാർക്ക് മനസ്സിലായി. ചരിത്രം ആവർത്തിക്കപ്പെടുകയാണ്. വ്യക്തികൾ മാറി മാറി വരുമെങ്കിലും ചരിത്രത്തിലൂടെ വെളിപാട് തുടർന്നുകൊണ്ടേയിരിക്കും. കർത്താവ് ഈശോയിൽ വെളിപാട് പൂർത്തിയാവുകയാണ്. അവിടുത്തെ ഉയർപ്പാണ് വെളിപാടിൻ്റെ പൂർത്തീകരണം. അപ്പോഴേക്കും താബോർ മല വെളിപാടിൻ്റെ പൂർണ്ണാർത്ഥം വെളിവാക്കുന്നത്. അപ്പോഴാണ് താബോർ മലയിലെ വെളിപാടിൻ്റെ പൂർണ്ണാർത്ഥം വെളിവാകുന്നത്. അങ്ങനെ ഈ സുവിശേഷ ഭാഗം വേദപുസ്തകത്തിൻ്റെ തന്നെ സംക്ഷിപ്ത ആവിഷ്കാരമാണ്. പഴയ നിയമവും പുതിയ നിയമവും പരസ്പരം പൂരകമാകുന്നു. അവ വേദപുസ്തകമായി ഒന്നാക്കപ്പെടുന്നു. ഈ സുവിശേഷത്തിൻ്റെ പൂർണ്ണാർത്ഥം വെളിവാകുന്നത് നമ്മിലൂടെയാണ്. നമുക്ക് വേണ്ടിയാണ് ഈ വെളിപാട് നടന്നതും കർത്താവ് അതിന് വിശദീകരണം നൽകിയതും. നമ്മളും ഈ വെളിപാടിൻ്റെ ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഭൂതവും ഭാവിയും ഇവിടെ വെളിപ്പെടുന്നുണ്ട്. കർത്താവ് മുന്നേ പോയി. നമ്മുടെ ജീവിതത്തിൽ പ്രകാശം വീശിയിട്ടാണ് അവിടുന്ന് കടന്നുപോയത്. നമ്മുടെ ജീവിതത്തിൽ പ്രകാശമാനവും ഇരുളടഞ്ഞതുമായ നിമിഷങ്ങളുണ്ട്. പ്രവചനാതീതമെന്ന് തോന്നും നമ്മുടെ ജീവിതം. എന്നാൽ അത് കർത്താവ് പോയ വഴിയെ തന്നെ പൂർത്തിയാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സഹനവും മരണവും ജീവിതത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ മരണത്തെ ആപേക്ഷികമാക്കിക്കൊണ്ട്, റിലേറ്റീവൈസ് ചെയ്തുകൊണ്ട് അതിനുശേഷം ജീവിതം തുടരും എന്നുള്ള ഉറപ്പും ഈ ദർശനം നൽകുന്നു. പുനരുത്ഥാനം എന്നത് ജീവിതത്തിൻ്റെ ആകമാനമുള്ളതും അവിഭാജ്യവുമായ ഘടകമാണ്. ഈ ബോധ്യം നമ്മിൽ ഉറപ്പിക്കുവാൻ ഈ സുവിശേഷ ഭാഗത്തെ നമ്മുടെ തന്നെ ജീവിതത്തിൻ്റെ സുവിശേഷമായി നമ്മൾ വായിച്ചു മനസ്സിലാക്കണം. നമുക്ക് തന്നെ നേർക്കുനേർ നിന്ന് കാണുമ്പോഴാണ് ഈ സുവിശേഷം പരത്തുന്ന പ്രകാശത്തിൽ നമ്മൾ നമ്മെ തന്നെ കാണുന്നതും മനസ്സിലാക്കുന്നതും തിരിച്ചറിയുന്നതും.
അതുപോലെ പിന്നീടുള്ള മലയിറക്കവും കർത്താവിനോടൊപ്പമാണെന്നും നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ദർശനത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൻ്റെ തനിമയും അർത്ഥപൂർണതയും നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കും. സമയമെന്ന സ്റ്റേജിലാണ് ജീവിതം അരങ്ങേറുന്നതും ആവിഷ്കൃതമാകുന്നതും എന്ന് മനസ്സിലാക്കുവാനും ഇന്നത്തെ സുവിശേഷം നമുക്ക് വഴികാട്ടിയാണ്. വഴിയോരത്ത് ഉയർത്തപ്പെടുന്ന കുരിശാണ് ഏറ്റവും സുനിശ്ചിതമായ അടയാളം. അവിടെ നിന്നാണ് ഉയർപ്പിലേക്കുള്ള വഴി ആരംഭിക്കുന്നത്. ഈ ദർശനത്തോടെ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിലുള്ള ധ്യാനാത്മക ചിന്തകൾ നമുക്കിവിടെ പൂർത്തിയാക്കാം. ഏവർക്കും ഞായറാഴ്ചയുടെ അനുഗ്രഹങ്ങൾ ഹൃദയപൂർവ്വം ആശംസിക്കുന്നു.